റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 5.2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക സംവിധാനങ്ങളുള്ള മാവേലിക്കര താലൂക്ക് ഓഫീസ് സമുച്ചയം ഫെബ്രുവരി 5 വൈകിട്ട് 5 റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 5.2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക സംവിധാനങ്ങളുള്ള മാവേലിക്കര താലൂക്ക് ഓഫീസ് കെട്ടിടം ഫെബ്രുവരി 5 വൈകിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി 50.85 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, MS അരുൺകുമാർ MLA എന്നിവർ പങ്കെടുക്കും. നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിരുന്ന കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം നിലവിൽ വന്നത് 2018-19 ബജറ്റിലെ നിർദ്ദേശത്തെ തുടർന്നാണ്. 6000 ചതുരശ്ര അടി ഉണ്ടായിരുന്ന പഴയ കെട്ടിടത്തിന് പകരം 12000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായാണ് പുതിയത് നിർമ്മിച്ചത്. തഹസിൽദാർ, LR തഹസിൽദാരുടെ ഓഫീസ്, മിനി കോൺഫറൻസ് ഹാൾ, ദുരന്ത നിവാരണ വകുപ്പ് സ്റ്റോർ റൂം, പാർക്കിംഗ് ഏരിയ, ഓഫീസ്, ലൈബ്രറി, റെക്കോർഡ് റൂം, കോൺഫറൻസ് ഹാൾ, ദുരന്ത നിവാരണ വകുപ്പ് പരിശീലന കേന്ദ്രം, റിക്രിയേഷൻ ഹാൾ, 3 നിലകളിലും ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട്. ഫർണിച്ചറുകളും ഇതിന്റെ ഭാഗമായി വാങ്ങി. കേരളത്തിലെ സ്മാർട്ട് റവന്യൂ ഓഫീസുകളുടെ നവീകരണം എന്ന പദ്ധതി ഘടകത്തിൽ ഉൾപ്പെടുത്തിയാണ് ഫർണിച്ചറുകൾക്കുള്ള തുക അനുവദിച്ചത്. CDNet ന്യൂസ്, മാവേലിക്കര.